നോക്കൂ ഡിയർ MS6 സ്റ്റുഡൻസ്, നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ 6029 അഡ്വാൻസ്ഡ് മിഷൻ ടൂൾ ലാബിലെ മോഡൽ നമ്പർ 2 ആണ് ക്ലിയറൻസ് ഫിറ്റ് അസംബ്ലി. ഓക്കെ, ആക്ച്വലി സിലബസിൽ എന്താ പറയുന്നത്, ഫിറ്റ് അസംബ്ലി എന്ന് പറയുന്നത്. ഫിറ്റ് അസംബ്ലി അപ്പോൾ നോക്കൂ, അതിൽ ആക്ച്വലി ഫിറ്റ് അസംബ്ലിയിൽ 3 തരം ഫിറ്റുകളാണുള്ളത്. എന്തൊക്കെയാണുള്ളത്? ക്ലിയറൻസ് ഫിറ്റ്, അതായത് ഫിറ്റ് ചെയ്താൽ എന്തായിരിക്കും, there will be a ക്ലിയറൻസ്. ഫിറ്റ് ചെയ്താൽ there will be a ക്ലിയറൻസ്. ഫിറ്റ് ചെയ്താൽ ക്ലിയറൻസ് ഉണ്ട്. അതായത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൊട്ടേറ്റ് ചെയ്യണം. ഓക്കെ, സോ ദാറ്റ് ഈസ് ക്ലിയറൻസ് ഫിറ്റ് അസംബ്ലി. ഓക്കെ, അതെന്താണ് അതിൻ്റെ അർത്ഥം? ഈ ഷാഫ്റ്റ് എപ്പോഴും അലവൻസ് എന്തായിരിക്കും, ഡയമീറ്ററിൻ്റെ കായും കുറവായിരിക്കും. അലവൻസ് കുറച്ചിട്ട് കൊടുക്കുക. ബോർ എങ്ങനെയായിരിക്കും, ഈ ഇതിൻ്റെ ബോർ സൈസിനേക്കായും കൂട്ടിയിട്ടാണ് കൊടുക്കുക. അപ്പോൾ എന്താണ്, ദാറ്റ് വിൽ ബി ആൾവേസ് ഹാവിങ് എ മിനിമം ക്ലിയറൻസ്. സോ ഇതാണ് ക്ലിയറൻസ് ഫിറ്റ്. അത് ക്ലിയറൻസ് ഫിറ്റാണ്. ഈ ഷാഫ്റ്റിൻ്റെ ഉള്ളിൽ ഈ വീലിൻ്റെ ഹോള് എന്താണ്, ഹാവിങ് എ ക്ലിയറൻസ് ആൾവേസ്. ഓക്കെ, ആൾവേസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കിട്ടുന്നത്? ഈ ഷാഫ്റ്റിൽ എന്ത് ചെയ്യുന്നു, എപ്പോഴും സൈസിനേക്കായും മൈനസ് ആയിരിക്കും. ഹോളിൽ എന്തായിരിക്കും, എപ്പോഴും സൈസിനേക്കായും കൂടുതലായിരിക്കും. സോ വി വിൽ ഗെറ്റ് എ ക്ലിയറൻസ് ഫിറ്റ്. ഓക്കെ, പിന്നത്തെ ഒരു ഫിറ്റാണ് എന്ത്, ട്രാൻസിഷൻ ഫിറ്റ്. ട്രാൻസിഷൻ ഫിറ്റ്. അപ്പൊ നോക്കൂ, ട്രാൻസിഷൻ ഫിറ്റ് എന്താന്ന് നോക്കിക്കോളൂ. ട്രാൻസിഷൻ ഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ക്യാൻ ബി ടൈറ്റ് ഓർ വീൽ ക്യാൻ ബി ടൈറ്റ് ഓൺ ദ ഷാഫ്റ്റ് ഓർ ഇറ്റ് ക്യാൻ ബി ലൂസ്. അതായത് അപ്ലിക്കേഷൻ അനുസരിച്ചിട്ടാണ്. ഇപ്പൊ നോക്കൂ, ലൂസ് ആവാം, കണ്ട ഇങ്ങനെ ലൂസ് ആവാം, നോ പ്രോബ്ലം. ടൈറ്റ് ആവാം, ടൈറ്റായി ഇങ്ങനെ ഇരുന്നാലും ശരി, ധരിച്ചു നോ പ്രോബ്ലം. അവിടുത്തെ യൂസേജ് അങ്ങനെയായിരിക്കും. ഓക്കെ, സോ അപ്പൊ എന്താണ് ട്രാൻസിഷൻ ഫിറ്റ്. പിന്നെ നമുക്കുള്ളത് എന്താണ്, നെക്സ്റ്റ് ഫിറ്റാണ് ഇന്റർഫിയറൻസ്. ഇന്റർഫിയറൻസ് ഇത് 3 നമ്മുടെ ഫിറ്റ് അസംബ്ലിയിൽ വരുന്നതാണ്. പക്ഷെ നമ്മളിപ്പോൾ എന്താണ് ചെയ്യുന്നത്, ക്ലിയറൻസ് ഫിറ്റ് മാത്രമേ ചെയ്യുന്നത്. വാട്ട് ഈസ് ഇന്റർഫിയറൻസ് ഫിറ്റ് നമുക്ക് മനസ്സിലാവും. അതെന്താണെന്ന് നോക്കിക്കോളൂ. അപ്പോൾ നമ്മളിതാണ് ഷാഫ്റ്റ്. ഷാഫ്റ്റിന്റെ മുകളിൽ എന്തായിരിക്കണം, ദ വീൽ വിൽ ബി ടൈറ്റ് ഫിറ്റ്. ഇറ്റ് ഷുഡ് ബി ടൈറ്റ് ഫിറ്റ്. ഏതർ ഇറ്റ് ഷുഡ് ബി പ്രസ്ഡ് ഓർ ഹാമേർഡ് ആൻഡ് ഡ്രൈവ്ഡ് ഇൻ. അതങ്ങനെ ആയിരിക്കണം, ഹാമേർഡ് ആൻഡ് ഡ്രൈവ്ഡ് ഇൻ. ഒരു കാലത്തും എന്തായിരിക്കണം, ഇതിൽ നിന്ന് ഊരി പോരാൻ പാടില്ല. അങ്ങനത്തെ സ്ഥലത്താണ് വരും. അപ്പോൾ നമ്മൾ നോക്കിക്കോളൂ, ഇപ്പോൾ ട്രെയിൻ വീലിൻ്റെ ആക്സിലിൻ്റെ മുകളിൽ അതിൻ്റെ വീല് ഫിറ്റ് ചെയ്ത് തരണം. എങ്ങനെയാണ്, 1200 ടൺസ് പ്രസ് വെച്ചിട്ടാണ് പ്രസ് ചെയ്യണത്. അപ്പോൾ എന്താണ്, ദ ഷാഫ്റ്റ് വിൽ ബി ആൾവേസ് ഹാവിങ് എ നോമിനൽ സൈസ് വിത്ത് അലവൻസ് ആൻഡ് ദ വീൽ വിൽ ബി ഹാവിങ് എ ഹോൾ ഓഫ് ലെസർ ഡയമീറ്റർ. അപ്പോഴാണ് ടൈറ്റ് ഫിറ്റ് ആവുള്ളൂ അല്ലേ. ആൾവേസ് ഇറ്റ് ഷുഡ് ബി ടൈറ്റ്. അപ്പൊ അതിനൊരു അലവൻസ് കൊടുത്തിട്ടുണ്ടാവും. there will be an interference in all the conditions. 1000 പീസ് ഉണ്ടാക്കിയാലും എന്താണ്, 1000 പീസിലും എന്താണ് ഇന്റർഫിയറൻസ് ഉണ്ടായിരിക്കും. അതായത് 1000 പീസ് ഉപയോഗിച്ചാലും ശരി, ടൈറ്റ് ആയിട്ട് ഫിറ്റ് ചെയ്യാൻ പാടുള്ളൂ, ഫിറ്റ് കയറാൻ പാടുള്ളൂ. അപ്പൊ ഷാഫ്റ്റിൽ എന്തായിരിക്കും, there will be a size and with allowance and ഹോളിൽ there will be a size with allowance. ഹോളിൽ എന്തായിരിക്കും, എപ്പോഴും അലവൻസ് താഴത്തേക്കായിരിക്കും, കുറവായിരിക്കും. ഷാഫ്റ്റിൽ എന്തായിരിക്കും, അലവൻസ് എപ്പോഴും മുകളിലേക്കായിരിക്കും. സോ there will be always an dimensional difference to get a tight fit. That is called interference fit. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു, ക്ലിയറൻസ് ഫിറ്റ്. ആൻഡ് ക്ലിയറൻസ് ഫിറ്റ് എങ്ങനെയാണ്, ഷുഡ് ബി ഫ്രീ ഇൻ ദി ആക്സിൽ. ദാറ്റ് ഈസ് കാൾഡ് ക്ലിയറൻസ് ഫിറ്റ്. ആൻഡ് ട്രാൻസിഷൻ ഫിറ്റ് എന്താ, ഇറ്റ് ക്യാൻ ബി ഐദർ ഫ്രീ ഓർ ടൈറ്റ്. ഇന്റർഫിയറൻസ് ഫിറ്റ് എന്താണ്, ഇറ്റ് ഷുഡ് ബി ആൾവേസ് ടൈറ്റ്. ദ ആപ്ലിക്കേഷൻ വിൽ ബി ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ഷുഡ് ബി ആൾവേസ് വർക്ക്ഡ് ഇൻ ടൈറ്റ് കണ്ടീഷൻ. ഇറ്റ് ഷുഡ് നോട്ട് വർക്ക് ഔട്ട് ഫ്രം ദി ആക്സിൽ. അതിന് ഞാൻ ഉദാഹരണം പറഞ്ഞ എന്താണ്, ട്രെയിൻ ആക്സിൽ. അപ്പൊ നോക്കിക്കോളൂ, അപ്പൊ അതിനാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ, ഇപ്പൊ നമ്മളിപ്പോൾ ചെയ്യുന്ന മോഡൽ എന്താണ്, ക്ലിയറൻസ് ഫിറ്റാണ്. ക്ലിയറൻസ് ഫിറ്റാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ ക്ലിയറൻസ് ഫിറ്റാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, മറ്റൊന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ക്ലിയറൻസ് ഫിറ്റ്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ക്ലിയറൻസ് ഫിറ്റിന് എന്ത് ചെയ്യണം, ആ ഫിറ്റ് ചെയ്യുന്ന ആ ഭാഗം, ക്ലിയറൻസ് ഫിറ്റിലെ ആ ഭാഗത്തിൽ there should be a ക്ലിയറൻസ് ആൾവേസ്. അപ്പൊ എന്താണ്, ഇതാണ് നമ്മുടെ ഈ ഏരിയ അവിടെ എന്താണ് കൊടുത്തത് നോക്കിക്കോളൂ. ആ കണ്ട 23-നേക്കായും മൈനസ് ആണ് കൊടുത്തത്, -100. -100 എന്താണ്, ആക്ച്വലി 100 മൈക്രോൺസ്. ഓക്കെ, 100 മൈക്രോൺസ്, അതായത് 0.1 mm. ഓക്കെ, 100 മൈക്രോൺ എന്ന് പറയുന്നത് 0.1 mm. ഓക്കെ, അപ്പൊ ഇതിൽ നോക്കിക്കോളൂ. അപ്പൊ ഇതിൽ ഹാഫിൽ എന്താ കൊടുത്തിരുന്നത്,
ഷാഫ്റ്റിൽ ക്ലിയറൻസ് കിട്ടാൻ വേണ്ടി 23 എപ്പോഴും കൂടുതലാണ് കൊടുക്കുന്നത്. +100 മൈക്രോൺ അതിൻ്റെ +200 മൈക്രോൺ അങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ എന്താ ഇത് എങ്ങനെ ഫിറ്റ് ചെയ്താലും എന്താണ് ആക്ച്വലി ഷാഫ്റ്റ് ചെറുതാണ്, ഹോൾ വലുതാണ്. സോ ആൾവേസ് ദെർ ബി എ ക്ലിയറൻസ്, മിനിമം ക്ലിയറൻസ് ആൻഡ് മാക്സിമം ക്ലിയറൻസ്, വർക്കബിൾ മിനിമം ക്ലിയറൻസ് ആൻഡ് വർക്കബിൾ മാക്സിമം ക്ലിയറൻസ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഇപ്പോൾ? ആദ്യം നമ്മൾ ഷാഫ്റ്റ് എടുക്കുന്നു. ഷാഫ്റ്റ് ഒരു റോഡ് എടുക്കണം. റോഡ് എടുത്ത ശേഷം ചെയ്യുന്നു, കേസ് ചെയ്യുന്നു, സെൻറ്റർ ചെയ്യുന്നു, കേസ് ചെയ്യുന്നു, ടൂൾ ചെക്ക് ചെയ്തിട്ട് ആക്ച്വലി 23 + 000. 23യുടെ മുകളിൽ പോവാനേ പാടില്ല. ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 23. സോ -100 മൈക്രോൺസിൽ അത് എടുത്തു, അത് ഉണ്ടാക്കി. ഓക്കെ, അത് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ വീലെടുത്തു. വീലെടുത്തിട്ട് എന്ത് ചെയ്യുന്നു? ഹോള് ഡ്രിൽ ചെയ്ത് ബോർ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? 23 + 100 മൈക്രോൺ ആൻഡ് +200 മൈക്രോൺസ് ആ ലെവലിലേക്ക് കൊടുക്കുന്നു. ഓക്കെ, അപ്പം നോക്കിക്കോളൂ, അതിൻ്റെ അപ്ലിക്കേഷൻ നോക്കാം നമുക്ക്. അപ്പോൾ നോക്കുക, നമ്മൾ നോക്കിക്കോളൂ. ഇപ്പോൾ ഇതെന്താണ് ആക്ച്വലി നിങ്ങൾ മില്ലി മെഷീനിൽ ഗിയർ കട്ട് ചെയ്യണം. മില്ലി മെഷീനിൽ ഗിയർ കട്ട് ചെയ്യണം. എന്താണ് നമ്മുടെ ടൂൾ ബ്ലാങ്ക് ഉണ്ടല്ലോ, വർക്കിൻ്റെ ബ്ലാങ്ക്. ഇതാണ് നമ്മുടെ ബ്ലാങ്ക്. നിങ്ങൾ ഈ ബ്ലാങ്കിന്റെ മുകളിലാണ് ഗിയർ കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ആ ഗിയർ ഇതിൻ്റെ ഉള്ളിൽ ഷുഡ് ബി ആൾവേസ് ഫ്രീ ആയിരിക്കണം. സെയിം ടൈം എന്താണ് ലൂസ് പാടില്ല. ലൂസ് ആയി കഴിഞ്ഞാൽ എന്താകും? ഇപ്പോൾ ലൂസായി, ഇപ്പോൾ നോക്കിക്കോളൂ, ഇങ്ങനെ ലൂസായി വിചാരിക്കുക. ലൂസായി എന്താണ് ആട്ടമുണ്ട് കണ്ടോ, ഇങ്ങനെ ആടാൻ പാടില്ല. ഇങ്ങനെ ആടി കഴിഞ്ഞാൽ എന്താണ് നോക്കിക്കോളൂ. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ മാൻഡിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ മില്ലി മെഷീനിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് ടൈറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? താന്നിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഗിയർ വീലുകൾ എന്തായിരിക്കും? ചെറുതായിരിക്കും. ഇവിടെ നേരെ തിരിച്ച് ഇവിടുത്തെ ക്ലിയറൻസ് അടിയിലായിരിക്കും. നേരെ തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ എന്തായിരിക്കും? മുകളിലത്തെ ഈ ഗിയർ വീല് വലുപ്പം കൂടും. അപ്പോൾ എന്താണ് റോട്ടറി മോഷൻ കിട്ടില്ല. കറക്റ്റായിട്ട് എസെൻട്രിക് ആയിട്ടാണ് നമ്മൾ ഗിയർ വീൽ ഉണ്ടാക്കിയത്. അപ്പോൾ എന്താണ് വേണ്ടത്? ആക്ച്വലി ക്ലിയറൻസ് ഫിറ്റ് ആയിരിക്കണം, ബട്ട് സെയിം ടൈം ഇറ്റ് ഷുഡ് നോട്ട് ഹാവ് എനി ക്ലിയറൻസ്. അങ്ങനെ പാടില്ല. ഒരു 100 മൈക്രോണിൻ്റെ ക്ലിയറൻസ് മാത്രമേ പാടുള്ളൂ. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം. സെയിം ടൈം ദർ ഷുഡ് നോട്ട് ബി എനി പ്ലേ. അതാണ് നമുക്ക്. അപ്പോൾ നോക്കിക്കോളൂ, എന്താണ് ഇപ്പോൾ നമ്മൾ ഇതേമാതിരിയുള്ള ഒരു ഡിസ്ക് എടുക്കണം. ആ ഡിസ്കിനെ നമ്മൾ ബോർ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഇതിനെ കറക്റ്റായിട്ട് കൊണ്ടുവന്ന ശേഷം ഇത് നമ്മൾ നോക്കിക്കോളൂ. ഇതിൽ എന്താണെന്ന് അറിയാം, നിങ്ങൾക്ക് ചെറിയ ടൈറ്റ് വന്നാലും പ്രശ്നമൊന്നുമില്ല. ചെറിയ ടൈറ്റ് വന്നാലും പ്രശ്നമില്ല. അപ്പോൾ മാൻഡറിൽ എന്തായിരിക്കണം? ഡിസ്ക് കറക്റ്റായിരിക്കണം. കറക്റ്റായി ശേഷം നമ്മൾ ഒരു സ്ലീവ് ഇടുന്നു, എന്നിട്ട് ടൈറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ മില്ലി മെഷീനിൽ പിടിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഡ്രൈവ് ചെയ്ത് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇത് എടുക്കുന്നു. എന്നിട്ട് ഇവിടെയാണ് ഗിയർ കട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ആട്ടം വന്നാൽ എന്താ സംഭവിക്കുക? ഈ ആട്ടം താഴത്തേക്ക് തൂങ്ങിക്കിടക്കും. അപ്പോൾ എന്താണ് കട്ടർ ഇവിടെ ചെറിയ വല്ലായിരിക്കും, താഴത്തേക്ക് തൂങ്ങിക്കിടന്ന പക്ഷെ മുകളിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ വലിയ വല്ലായിരിക്കും. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഇത് കിട്ടില്ല. ഓക്കെ, ക്ലിയറൻസ് ഫിറ്റും ടൈറ്റ് ഫിറ്റ് അല്ല വേണ്ടത്. ഇറ്റ് ഷുഡ് ബി എ ഫ്രീ ഫിറ്റ് ആയിരിക്കും. ഫ്രീ ആയിരിക്കാം. ഓക്കെ, ഫ്രീ ആയിരിക്കും. അപ്പോൾ നമ്മൾ നോക്കിക്കോളൂ, എന്താണ് നമ്മുടെ കണ്ടീഷൻ? എന്താണ് മാൻഡറിലിൻ്റെ കണ്ടീഷൻ? എന്താണ് ദ വർക്ക് ഷുഡ് ബി ഫ്രീ ഇൻ ദാറ്റ്. ഓക്കെ, അധികം ക്ലിയറൻസ് പാടില്ല. പിന്നെന്താണ് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൽ നമ്മളൊരു സ്ലീവ് ഇട്ടിട്ട് ആണ് നമ്മൾ ടൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതായത് നിങ്ങൾ ആ വർക്കിനെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് മാത്രം പറയുകയാണ്. മാൻഡറിൽ എന്തായിരിക്കണം? നമ്മുടെ ഇതിൻ്റെ ബോറ് ഷുഡ് ബി ഫ്രീ, അത്രമാത്രം ഫ്രീ ആയിരിക്കണം. ദർ ഷുഡ് നോട്ട് ബി എനി ക്ലിയറൻസ്. ഓക്കെ, ഒരു 100 മൈക്രോൺ വരെ മാക്സിമം ക്ലിയറൻസ് ആവാം. അപ്പോൾ 100 മൈക്രോൺ ആണെങ്കിൽ തന്നെ 0.1 mm ടീത്തിൽ ഡിഫറൻസ് വരാം. ഓക്കെ, ഇത് പാടില്ല. ആക്ച്വലി ഷുഡ് ബി കറക്റ്റ്. ഓക്കെ, അത് ശരിക്കും റൊട്ടേറ്റ് ചെയ്യാനേ പാടുള്ളൂ. സോ അതിൻ്റെ അപ്ലിക്കേഷനാണ് ഞാൻ പറയുന്നത്. ഒരു മാൻഡറിൽ നമ്മൾ ഒരു ഡിസ്ക്, ആ ഡിസ്ക് കയറ്റിയിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ഒരു സ്ലീവ് ഇടുന്നു, ടൈറ്റ് ചെയ്യണു. ഓക്കെ, സ്ലീവ് എടുത്ത് ടൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ മില്ലി മെഷീനിൽ ഗിയർ കട്ട് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ അപ്ലിക്കേഷനാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നമ്മുടെ ഇവിടുത്തെ അപ്ലിക്കേഷൻ പ്രാക്ടിക്കലി ദർ ആർ എ ലോട്ട് ഓഫ് അപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താണ് നമ്മൾ ലോട്ട് ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്? അപ്പോൾ 3 ഫിറ്റുകൾ എന്താണ്? ക്ലിയറൻസ് ഫിറ്റ്, ട്രാൻസിഷൻ ഫിറ്റ്, ഇന്റർഫിയർ. അപ്പോൾ ട്രാൻസിഷൻ ഫിറ്റ് എന്താണ്? അത് ടൈറ്റ് ചെയ്തിട്ട് ഇത് ടൈറ്റും ആവാം, ലൂസും ആവാം. അപ്പോൾ സൈസുകൾ എന്തായിരിക്കാം? 23, ആ പ്ലസിന് വരെ മൈനസ് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിവൈഡ് ചെയ്യാം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ടൈറ്റ് ആയാലും ശരി കുഴപ്പമില്ല, മൈനസ് ആയാലും കുഴപ്പമില്ല. ഇന്റർഫിയറൻസ് ആകുമ്പോൾ എന്താണ്? ഈ 23-നേക്കാളും +100 വരുള്ളൂ, -100 വരിക. അപ്പോൾ എന്താണ്? വെർബിയ ഇന്റർഫിയറൻസ് ആണ്. ഈ ബോളിൽ എന്താണ്? 23 എപ്പോഴും എന്താണ്? പ്ലസ് വരില്ല, അവിടെ മൈനസ് വരും. അപ്പോൾ എന്താണ്? ദർ വിൽ ബി ആൾവേസ് ഓൾ ദ ടൈം ദർ വിൽ ബി ഇന്റർഫിയറൻസ്. സോ അപ്പോൾ എന്താണ്? ഇന്റർഫിയറൻസ് ഫിറ്റ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. ടൈറ്റ് ഫിറ്റ് ആയിട്ട് ഇന്റർഫിയറൻസ് ഫിറ്റ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓക്കെ, ഷാഫ്റ്റ് എടുക്കുന്നു. 23 + 00 -00. കണ്ട എന്താണ്? 23-നേക്കാളും കൂടാൻ ഒരിക്കലും പാടില്ല. +00 ആണ്. കുറയാം. എത്രയാണ്? 100 മൈക്രോൺ.
അപ്പോൾ എന്താണ് അവിടെ 100 ക്ലിയറൻസ് എത്രയും ആൾറെഡി 100 മൈക്രോൺ ക്ലിയറൻസ് ആയി കഴിഞ്ഞു. പിന്നെ നമുക്ക് ഇവിടെ നോക്കും 23 + 00 കണ്ടോ അവിടെ. അപ്പോൾ ആൾറെഡി എന്താണ് 100 മൈക്രോൺ ക്ലിയറൻസ് ആയി കഴിഞ്ഞു പ്ലസ് 200 മൈക്രോൺ. അപ്പോൾ ഇവിടെ എന്താണ് 200 മൈക്രോൺ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഈ ബദലിൽ 200 മൈക്രോൺ ആണെന്നുണ്ടെങ്കിൽ എന്താണ് പ്ലസ് 200 ആണെന്നുണ്ടെങ്കിൽ 300 മൈക്രോൺ. അപ്പോൾ എന്താണ് ആക്ച്വലി എന്താണ് 300 മൈക്രോണിനും 200 മൈക്രോണിനും ഇടയ്ക്കാണ് അതിൽ ക്ലിയറൻസ് ഉണ്ടാവുക. ഓക്കെ. അപ്പോൾ നമ്മൾ എന്താണ് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ആൾവേസ് വെറുതെ ക്ലിയറൻസ് ഓഫ് 200 മൈക്രോൺ. ഓക്കെ. നോക്കാം നമ്മുടെ വർക്ക് പീസിനെ ഒരു ഏകദേശം 50 mm പുറത്തേക്ക് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ചക്ക് ഫുൾ ടൈറ്റ് ചെയ്യാം കേട്ടോ. ഫുൾ ടൈറ്റ് ചെയ്യണം. വർക്ക് ഷുഡ് ബി ആൾവേസ് ഫുൾ ടൈറ്റ്. ഓക്കെ. അതിന് ശേഷം നമ്മൾ ടൂള് കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ടെയിൽ സ്റ്റോക്ക് സെന്ററിന് കറക്റ്റായിട്ട് ടൂളിന് സെറ്റ് ചെയ്തു. ടൂൾ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു 23 mm എന്താണ് 23യുടെ -100 മൈക്രോൺ വരാം. 23 mm -100 വരാം. അപ്പം അതിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത് ഇതിൻ്റെ ലെങ്ത്തിന് നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തു. ഓക്കെ. ചോക്ക് വെച്ചിട്ട് ലെങ്ത് കറക്റ്റായി മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ പ്ലെയിൻ ടേണിംഗ് ടൂൾ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു റൗണ്ട് നോസ് ടൂൾ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു കട്ടെടുക്കുന്നു. ഓക്കെ. കട്ടെടുത്തിട്ട് എന്ത് ചെയ്യുന്നു 23 mm കൊണ്ടുവരും. 23 + 00 ആൻഡ് -100 എന്താണ് ക്ലിയറൻസ് ഫിറ്റിന് എപ്പോഴും എന്തായിരിക്കണം മൈനസ് ആയിരിക്കണം. ഓക്കെ. -100 മൈക്രോൺസ് അങ്ങനെ ആയിരിക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യുക 23 കയറുണ്ടോ ഇല്ല. 23 കയറില്ല. മൈനസ് ആയിരിക്കണം. എപ്പോഴും നമ്മൾ ലോഡ് കൊടുക്കരുത്. കറക്റ്റായിട്ട് ടച്ച് ആയിട്ട് ഇറങ്ങണം. ഓക്കെ. വെറുതെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തന്നെ താൻ ഇറങ്ങണം. അതിൻ്റെ ആ സെൽഫ് വെയിറ്റിൽ അവിടെ ഇറങ്ങണം. ഓക്കെ. ഓക്കെ. 23 ഇപ്പോഴും ഇറങ്ങണില്ല. അതായത് കണ്ടോ അതിൻ്റെ ഈ സെൽഫ് വെയിറ്റിൽ അങ്ങനെ ഇറങ്ങണം. 23നേക്കാളും സൈസ് കുറയാനേ പാടുള്ളൂ. ഓക്കെ. ഓക്കെ. 23 സൈസ് ആയിട്ടുണ്ടായിരിക്കും. ഓക്കെ. കറക്റ്റായിട്ട് ഓക്കെ കറക്റ്റായിട്ട് ഇറങ്ങാം. ഓക്കെ. ആക്ച്വലി 100 മൈക്രോൺ വരെ താഴെ പോവാം. ഓക്കെ. കറക്റ്റായിട്ട് കണ്ടോ അങ്ങനെ കറക്റ്റായിട്ട് 23 എടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ കോർണർ ഉണ്ടല്ലോ കോർണർ നമ്മൾ ഒരു റൈറ്റ് ആംഗിൾ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വി ടൂൾ ഉണ്ടല്ലോ വി ടൂള് ഉപയോഗിക്കാം. വി ടൂൾ ചരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 90 ഡിഗ്രിയിൽ കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ. ഇങ്ങോട്ട് ചരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വി ടൂൾ വെച്ചാൽ തന്നെ എന്താണ് നമുക്ക് 90 ഡിഗ്രിയിൽ ആ കോളർ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ. ആ കോളർ അങ്ങനെ അവിടെ ഉണ്ടാക്കി. അപ്പോൾ 23ൽ നമ്മൾ എന്തായി നമ്മുടെ ഫസ്റ്റ് വർക്ക് കഴിഞ്ഞു. നമ്മൾ പിന്നെ എന്താ ചെയ്യേണ്ടത് കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ബോർ ചെയ്യണം. നമ്മളിപ്പോൾ നമ്മൾ ഈ വർക്ക് പീസാണ് നമുക്ക് ഇതിൻ്റെ ബോർ ചെയ്യേണ്ട ഡിസ്ക്. ഓക്കെ. അപ്പോൾ ഈ ഡിസ്കിൽ നമുക്ക് ഒരു 20 mm ഹോളുണ്ട്. ഈ ഹോളിനെയാണ് നമ്മൾ എൻലാർജ് ചെയ്തിട്ട് 23 + 100 മൈക്രോൺ ടു 23 + 200 മൈക്രോൺ. അതായത് ഹോളിന് 23നേക്കാളും +100ഉം +200ഉം ലിമിറ്റിൻ്റെ ഉള്ളിൽ വേണം നമുക്ക് ഇതിനെ ബോർ ചെയ്യാൻ. അപ്പോൾ നോക്കിക്കോളൂ അതിനെന്താ ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ 23 000 ടു 23 - 100 മൈക്രോണിലുള്ള ഒരു പിന്നുണ്ടാക്കി. ഓക്കെ. ഇതാണ് ഇതിൻ്റെ ഷാഫ്റ്റിൻ്റെ സൈസ്. അപ്പോൾ ഷാഫ്റ്റിനേക്കായും എന്തായിരിക്കണം എപ്പോഴും ബോറ് കൂടുതലായിരിക്കണം. ക്ലിയറൻസ് ഫിറ്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ ആദ്യമായിട്ട് എന്ത് ചെയ്തു നമ്മൾ ഇതിൻ്റെ ജോവിനെ തിരിച്ചിട്ടു. കാരണം എന്താ വെച്ചാൽ ഈ ജോകൾ ഇതിൻ്റെ ആദ്യം ഉണ്ടായിരുന്ന ഈ ജോകൾ എന്താ വെച്ചാൽ കറക്റ്റായിട്ട് മറ്റേ ചെറിയ ഡയമീറ്റർ പിടിക്കാനേ പറ്റുള്ളൂ. ചെറിയ ഡയമീറ്റേഴ്സ് പിടിക്കാനേ പറ്റുള്ളൂ. ഓക്കെ. ഈ ജോനെ മാറ്റിയിട്ടിട്ട് എന്ത് ചെയ്യുന്നു നമ്മൾ ഈ വർക്ക് പീസ് എന്ത് ചെയ്യുന്നു ഇതിൽ ഫിറ്റ് ചെയ്യുന്നു. ഓക്കെ. അതിൽ ഫിറ്റ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ
പിന്നെ നമ്മുടെ ടൂൾ ഉണ്ടല്ലോ, കട്ടിങ് ടൂള്, ബോറിംഗ് ടൂളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് അതേമാതിരിക്കുള്ള ടൂളല്ല ഉപയോഗിക്കുന്നത്. ഓക്കെ, ബോറിംഗ് ടൂള് ഫിറ്റ് ചെയ്യുക. അപ്പോൾ ബോറിംഗ് ടൂള് നമ്മൾ ആദ്യം ഫിറ്റ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ കറക്റ്റ് സെൻറ്റർ നമുക്ക് ഇതിൽ നോക്കാൻ പറ്റില്ല. കാരണം ബോറിംഗ് ബാറിൻ്റെ ഡയമീറ്റർ ഇതിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇതിൽ കറക്റ്റായിട്ട് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന മാതിരിക്ക് ഇതിൽ സെറ്റ് ചെയ്യുക. ഓക്കെ, ഫ്രീ ആയിട്ട് മൂവ് ചെയ്യണം. ഓക്കെ, ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന മാതിരിക്ക് സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്ത ശേഷം നമ്മൾ വർക്ക് ഇതിനെ ടൈറ്റ് ചെയ്ത ശേഷം നല്ല ലൈറ്റ് കട്ടുകൾ കൊടുക്കാം. ഓക്കെ, അപ്പോൾ മെഷീൻ ഓൺ ചെയ്യാം. ലൈറ്റ് കട്ടുകൾ കൊടുക്കാം. ലൈറ്റ് കട്ടുകൾ മാത്രം കൊടുക്കുക കേട്ടോ. ആദ്യം ചെറിയൊരു എസെൻട്രിസിറ്റി ഉണ്ടാവും. ലൈറ്റ് കട്ടുകൾ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 23 + 100 മൈക്രോൺ ആൻഡ് 23 + 200 മൈക്രോൺ അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, പിന്നെ നമ്മൾ ബോർ ചെയ്തെടുക്കണം. ഓക്കെ, അതായത് 3 mm ഇതിൽ പോകാനുണ്ട്. ഓക്കെ, 20യുടെ ഒരു ഹോളാണ് അതിലുണ്ടായിരുന്നത്. അതിന് ബോർ ചെയ്തിട്ടാണ് നമ്മൾ 23 + 100 മൈക്രോൺ 23 + 200 മൈക്രോണിലേക്ക് കൊണ്ടുവരും. ഓക്കെ, ഓക്കെ. ഇപ്പം നമ്മൾ നോക്കിക്കോളൂ, ഇത് നമുക്ക് വെർനിയറിൽ ഓരോ പ്രാവശ്യം വെച്ചെടുക്കുന്ന ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ നമ്മൾ ആൾറെഡി എന്താണ്, നമ്മളൊരു ഷാഫ്റ്റ് നമ്മൾ മെഷീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതാണ്, 22.9, അതായത് 23 to 23 - 100 മൈക്രോണിൽ മെഷീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സാധനം, ദാറ്റ് ഈസ് ആ ഷാഫ്റ്റ് ഇതിനുള്ളിൽ ഫ്രീ ആയിട്ട് കയറണം. ആ ലെവലിൽ കൊണ്ടുവരാം. ഓക്കെ, കാരണം വെർനിയർ കാലിപ്പറിൽ നമ്മൾ ഓരോ പ്രാവശ്യം എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് സമയം പോകും. ഓക്കെ, നമ്മളിങ്ങനെ കൊടുന്ന ശേഷം നമ്മൾ വെർനിയർ കാലിപ്പർ വെച്ചിട്ടൊന്ന് നോക്കാം. ഓക്കെ, വെർനിയർ കാലിപ്പർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്ന് നോക്കുന്നു. അപ്പോൾ നമുക്ക് എത്ര പോവാണ്ടെന്ന് കറക്റ്റായിട്ട് മനസ്സിലാകാൻ പറ്റും. കണ്ടോ, അപ്പോൾ നമ്മൾ ഏകദേശം 1.5 mm കമ്മിയായി. ഇനി ഒരു 2 mm കൂടി പോകാനുണ്ട്. വീണ്ടും നമ്മൾ കട്ട് കൊടുക്കൊണ്ട് തന്നെ ഇരിക്കും. അതായത് ബോറിംഗ് ബാറിൽ കുറേശ്ശെയാണ് കട്ട് കൊടുക്കാൻ പറ്റില്ല. മറ്റേ ടൂൾമാർക്ക് എടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മളിത് എന്താണ് 22.9 സൈസിന് മെഷീൻ ചെയ്ത ഒരു ഷാഫ്റ്റ് ഉണ്ട്. ആ ഷാഫ്റ്റ് കയറ്റാം. ഓക്കെ, അപ്പോൾ എന്താണ് ആക്ച്വലി 22.9 കയറി. നമുക്ക് എത്രയാണ് വേണ്ടത്, 23.1 to 23.2 അതുവരെയ്ക്ക് വരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെങ്കിൽ നമ്മൾ വെർനിയർ വെച്ചിട്ട് നോക്കണം. ഓക്കെ, ആൾറെഡി കയറി കഴിഞ്ഞു. നമ്മൾ ആൾറെഡി എന്താണ്, ഒരു ക്ലിയറൻസ് ഫിറ്റ് ആയി കഴിഞ്ഞു. ഇനി നമ്മൾ അതിൻ്റെ സൈസ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ സൈസ് ചെറിയ ആട്ടമുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിക്കളാം, അതിനെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ആക്ച്വലി 23.1 അഞ്ചാമത്തെ ഡിവിഷൻ കണ്ടോ, അഞ്ചാമത്തെ ഡിവിഷൻ വെർനിയർ സ്കെയിലത്തെ അഞ്ചാമത്തെ ഡിവിഷൻ മെയിൻ സ്കെയിലത്തെ ഡിവിഷനായിട്ട് കോയിൻസൈഡ് ചെയ്യണം. അപ്പോൾ എന്താണ്, 5 0.02 ആണ് മിനിമം ലീസ്റ്റ് കൗണ്ട്. അപ്പോൾ 0.1. അപ്പോൾ എത്രയാണ്, 23.1ലേക്ക് എത്തി. ഏത്, നമ്മുടെ ബോർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആക്ച്വലി
ഇപ്പോൾ നോക്കൂ, ആക്ച്വലി ഇപ്പോൾ എന്താണ്, ഇതൊരു ക്ലിയറൻസ് ഫിറ്റ് ആണ്. അപ്പോൾ ഇതിൽ എത്ര ക്ലിയറൻസ് ഉണ്ട്? ദിസ് ഈസ് 22.9 ആൻഡ് ദിസ് ഈസ് 23.1, 22.1 to 23.1. അപ്പോൾ എന്താണ് ഇതിലത്തെ ക്ലിയറൻസ്? 0.2 mm, ദാറ്റ് ഈസ് 200 മൈക്രോൺ ആണ് ഇപ്പോൾ ഇതിലത്തെ ക്ലിയറൻസ്. നമുക്ക് നോക്കൂ, ഇത് എത്രയാണ് ഇതിൻ്റെ ലിമിറ്റ്? ഇനിയും നമുക്ക് 23.1 നിന്ന് 23.2 വരെയും പോവാം. പക്ഷെ നമുക്ക് എന്താണ്, ആ ലിമിറ്റിൻ്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്കത് സൂട്ടബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താണ് 200 മൈക്രോൺ ക്ലിയറൻസ് ഉള്ള ഒരു ക്ലിയറൻസ് ഫിറ്റ് അസംബ്ലി ആയി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ മോഡലായ എന്താണ് ക്ലിയറൻസ് ഫിറ്റ്. ഓക്കെ, ക്ലിയറൻസ് ഫിറ്റിൽ 22.9 നമ്മൾ ഇത് മെഷീൻ ചെയ്തെടുത്തു, 23.1 ഇത് മെഷീൻ ചെയ്തെടുത്തു. രണ്ടും കൂടി അസംബ്ലി ചെയ്ത സമയത്ത് നമുക്ക് എന്താണ് 0.2 mm, ദാറ്റ് ഈസ് 200 മൈക്രോൺ ക്ലിയറൻസ് ഉള്ള ഒരു ക്ലിയറൻസ് ഫിറ്റ് അസംബ്ലി. ഓക്കെ.